Good morning, dear friends. നമ്മൾ റിസർച്ച് മെത്തേഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്നുള്ള ഭാഗത്തെയാണ്. റിസർച്ച് ഡിസൈൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, അതിൻ്റെ സ്റ്റേജസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള റിസർച്ച് ഡിസൈനുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ച് ഡിസൈനാണ്. ഓരോന്നും എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക്. ആദ്യം എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസ്കസിങ് എ ബിസിനസ് പ്രോബ്ലം വിത്ത് ഇൻഫോംഡ് സോഴ്സ് സച്ച് ആസ് ഇൻഡസ്ട്രി അനലിസ്റ്റ്, കൺസൾട്ടൻസ്, കസ്റ്റമേഴ്സ് ആൻഡ് എക്സാമിനിങ് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിസ്കസിങ് എ ബിസിനസ് പ്രോബ്ലം. ഒരു ബിസിനസ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വിത്ത് ഇൻഫോംഡ് സോഴ്സ് സച്ച് ആസ് ഇൻഡസ്ട്രി അനലിസ്റ്റ്, കൺസൾട്ടൻസ്, കസ്റ്റമേഴ്സ് എക്സെട്ര. കസ്റ്റമേഴ്സ്, ബിസിനസ് കൺസൾട്ടൻറ്റുമാർ, അതുപോലെ ഇൻഡസ്ട്രി അനാലിസ്റ്റുകൾ തുടങ്ങിയ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു ബിസിനസ് റിസർച്ച് അല്ലെങ്കിൽ ബിസിനസ് പ്രോബ്ലത്തിന് ഡിസ്കസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. It is used to seek insight to the general nature of the problem. ജനറൽ നാച്ചുറലുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നടത്തുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് ന്യൂ പ്രോഡക്ട്സ്. പുതിയ പ്രോഡക്റ്റുകൾ ജനറേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള റിസർച്ചുകൾ നടത്താറുണ്ട്. ഇറ്റ് ഈസ് പ്രിലിമിനറി സ്റ്റഡി ഓഫ് എൻ അൺഫെമിലിയർ പ്രോബ്ലം അബൌട്ട് വിച്ച് ദ റിസർച്ചർ ഹാസ് ലിറ്റിൽ ഓർ നോ നോളജ്. റിസർച്ചർക്ക് ഒന്നുകിൽ വളരെ കുറച്ചോ അതല്ലെങ്കിൽ തീരെ നോളജ് ഇല്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും അൺഫെമിലിയർ ആയിട്ടുള്ള പരിചിതമല്ലാത്ത ഒരു ബിസിനസ് പ്രോബ്ലത്തെക്കുറിച്ച് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ആരുടെ സഹായത്തോടു കൂടെ? ഈ കൺസൾട്ടൻറ്റുമാർ, കസ്റ്റമേഴ്സ്, അനലിസ്റ്റുകൾ പോലുള്ള എക്സ്പേർട്ടുകളൊക്കെ ഹെൽപ്പോടുകൂടി ഇത് ഇത്തരത്തിലുള്ള റിസർച്ച് തയ്യാറാക്കുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലോറേറ്ററി റിസർച്ചിന് വിവിധ ഫോമുകളുണ്ട്. ഏതെല്ലാമാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, എക്സ്പീരിയൻസ് സർവേ. It is seen that a small portion of existing knowledge and experience of the pupil is published in written form. ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ നോളജ് റിട്ടൺ ഫോമിലായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. Then, survey is to be conducted among the people who have had practical experience with the problem to be studied. നമുക്ക് പഠിക്കാനുള്ള, നമുക്ക് അനലൈസ് ചെയ്യാനുള്ള പ്രോബ്ലത്തിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ സർവേകളും മറ്റു കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നു. The main object of such survey is to obtain new sides to the problem. നമ്മളുടെ പ്രോബ്ലത്തിലെ കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ കിട്ടുന്നതിന് വേണ്ടി, പുതിയ ഒരു വ്യൂ കിട്ടുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും എക്സ്പീരിയൻസ് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു നമ്മളുടെ പ്രോബ്ലം എന്താണോ അതിൽ എക്സ്പീരിയൻസ് ഉള്ള അത്തരം ആളുകളുടെ ഇടയിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അവരുടെ നോളജ് വെച്ചിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന സർവേകളെയാണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത് സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ആണ്. രണ്ടാമത്തെ ഒരു ഫോം പറയുന്നത് സെക്കൻഡറി ഡാറ്റ അനാലിസിസ്. ഡാറ്റ ദാറ്റ് ഹാവ് ബീൻ ഗാതേർഡ് ഫോർ സം പർപ്പസ് അതർ ദാൻ വൺ അറ്റ് ഹാൻഡ്. നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റകളെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. നമ്മളുടെ ആവശ്യത്തിനല്ലാത്ത മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിനെ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള, ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഡാറ്റയെ അനലൈസ് ചെയ്യുക. അതാണ് സെക്കൻഡറി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് സെക്കൻഡറി ഡാറ്റ ഹെൽപ്സ് ടു ഡിഫൈൻ ദ ബിസിനസ് റിസർച്ച് പ്രോബ്ലം. ബിസിനസ് റിസർച്ച് പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ പലപ്പോഴും ഇത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഫോം ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് കേസ് അനാലിസിസ് ആണ്. The purpose of case analysis is to review information from a few other situations that are similar to the present research problem. കേസ് അനാലിസിസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണോ അതിന് സെയിം ആയിട്ടുള്ള, അതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. മുന്നേ നടന്നിട്ടില്ല, ഇതിന് മുൻപേ റിസർച്ച് നടന്നിട്ടില്ല, അതിൻ്റെ ഈ നമ്മളുടെ പ്രോബ്ലത്തോട് സാമ്യമുള്ള അല്ലെങ്കിൽ അതിന് സെയിം ആയിട്ടുള്ള പ്രോബ്ലത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആ ഒരു കേസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിനെയാണ് കേസ് അനാലിസിസ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി അനാലിസിസ് എന്ന് പറയുന്നത്. The main purpose of case study method is to attain information from one or few situations that are similar to research problem situation. ഇപ്പോൾ നമ്മളുടെ റിസർച്ച് പ്രോബ്ലം സിറ്റുവേഷന് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ കേസുകളെ അനലൈസ് ചെയ്യുന്ന, അതിന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെയാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പൈലറ്റ് സ്റ്റഡിയാണ്. പൈലറ്റ് സ്റ്റഡി ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്ലോർ ഡാറ്റ.
It is conducted in exploratory research project uses sampling but does not apply precise standard. ഈ പൈലറ്റ് സ്റ്റഡി is usually carried out on members of that relevant population but not on those who will form part of the final sample. പൈലറ്റ് സ്റ്റഡികൾ പലപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് ഒരു പൈലറ്റായിട്ട് ഒരു സർവേ ഒരു സ്റ്റഡി നടത്തുന്നതിന് മുന്നേ ആയിട്ട് അതിനെ ഫൈനൽ സാമ്പിളിന് അല്ലാത്ത അതോട് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ള കുറച്ച് ആളുകളുടെ അടുത്ത് നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന സ്റ്റഡി നടത്തുന്നതിനെയാണ് പൈലറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ബട്ട് ഡസ് നോട്ട് അപ്ലൈ പ്രിസൈസ് സ്റ്റാൻഡേർഡ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും പ്രിസൈസ് സ്റ്റാൻഡേർഡിൻ്റെ അവസാനമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന പ്രിസൈസ് സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമല്ല. ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ നടത്തുന്ന സ്റ്റഡീസിനെയാണ് പൈലറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. The next research design ആണ് കാഷ്വൽ റിസർച്ച് ഡിസൈൻ. In casual studies, the effects of some cause on one or more outcomes are considered. The outcomes are directly related to the research problem. There are two research methods for exploring the cause and effect relationship between variables. Casual research എന്ന് പറയുന്നത് the effect of some cause on one or more outcomes are considered. നമ്മൾ ഈ റിസർച്ച് നടത്തുമ്പോൾ ഔട്ട്കംസിലെ ഏതെങ്കിലും ഒന്നോ അതിലധികമോ കോസുകളെ അതിൻ്റെ എഫക്റ്റിനെ പരിഗണിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ദ ഔട്ട്കം ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലത്തെ ഇപ്പോൾ നിലവിലുള്ള നമ്മളുടെ റിസർച്ച് പ്രോബ്ലത്തിന് ഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ള അതിൻ്റെ കാര്യകാരണങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് കാഷ്വൽ റിസർച്ച് എന്ന് പറയുന്നത്. ദർ ആർ ടു മെത്തേഡ് ഫോർ എക്സ്പ്ലോറിംഗ് ദി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ. രണ്ട് മെത്തേഡുകളാണ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ കാഷ്വൽ റിസർച്ചിൽ നമ്മൾ പറയുന്നത്. ഒന്ന് എക്സ്പെരിമെൻറ്റേഷൻ ഓർ നാച്ചുറൽ എക്സ്പെരിമെൻറ്റേഷൻ. ദിസ് ഈസ് ഹൈലി കൺട്രോൾഡ് മെത്തേഡ് അലൗ റിസർച്ചർ ടു മെയിൻറ്റെയിൻ മാനിപ്പുലേറ്റഡ് സ്പെസിഫിക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ വാട്ട് എഫക്റ്റ് ദിസ് മാനിപ്പുലേഷൻ വുഡ് ഹാവ് ഓൺ അതർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എത്രത്തോളം അതിന് എഫക്റ്റ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന എക്സ്പെരിമെൻറ്റേഷൻ ഓർ നാച്ചുറൽ എക്സ്പെരിമെൻറ്റേഷൻ മെത്തേഡാണ് ഇതിൽ ഒന്നാമതായിട്ട് പറയുന്നത്. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്ന വേരിയബിൾസ് ഇൻ റിസർച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അവിടെ പറയാം വേരിയബിളുകൾ എന്താണ് എന്നുള്ളത്. രണ്ടാമത്തൊന്ന് പറയുന്നത് സിമുലേഷൻ ആണ്. എ സോഫിസ്റ്റിക്കേറ്റഡ് സെറ്റ് ഓഫ് മാത്തമാറ്റിക്കൽ ഫോർമുല ആർ യൂസ്ഡ് ടു സിമുലേറ്റ് ഓർ ഇമിറ്റേറ്റ് റിയൽ ലൈഫ് സിറ്റുവേഷൻ. നമ്മളുടെ റിയൽ ലൈഫ് സിറ്റുവേഷനെ അല്ലെങ്കിൽ റിയൽ പ്രോബ്ലത്തിനെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, അത്തരത്തിലുള്ള ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അനുകരണത്തിന് വേണ്ടിയിട്ട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നതിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ബൈ ചേഞ്ചിങ് വൺ വേരിയബിൾ ഇൻ ടു ദി ഇക്വേഷൻ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറ്റർമൈൻ ദ എഫക്റ്റ് ഓൺ അതർ വേരിയബിൾ ഇൻ ദ ഇക്വേഷൻ. ചില മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ ചില വേരിയബിളുകൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ മറ്റു അതിൻ്റെ വേരിയബിളുകളിൽ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്, എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മളുടെ പ്രോബ്ലത്തിൽ ചില വേരിയബിളുകളെ മാറ്റം വരുത്തിക്കൊണ്ട് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉപയോഗിച്ച് റിസർച്ചിൻ്റെ ഡിസൈൻ തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ സിമുലേഷൻ എന്ന് പറയുന്നത്. കാഷ്വൽ റിസർച്ച് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് സിമുലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിസർച്ച് ഡിസൈനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ആഡിക്വേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ്. അതിൻ്റെ ഫാക്റ്റുകൾ കണ്ടെത്താനുള്ള ഇൻവെസ്റ്റിഗേഷനാണ് വിത്ത് ആഡിക്വേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ, കൃത്യമായ വ്യാഖ്യാനത്തോടു കൂടെ. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് പ്രൊവൈഡ്സ് ഡാറ്റ അബൌട്ട് ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് ബീയിങ് സ്റ്റഡീഡ്. നമ്മൾ ഏതൊരു ഡാറ്റയെ ഉപയോഗിച്ചിട്ടാണോ അല്ലെങ്കിൽ ഏതൊരു യൂണിവേഴ്സിനോ ഒരു പോപ്പുലേഷൻ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ റിസർച്ച് നടത്തുന്നത് അതിനെക്കുറിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ച്. ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ്സ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസിൽ താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് ഉൾക്കൊള്ളുന്നത്. ഫസ്റ്റ് വൺ, ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം ഓഫ് ദി സ്റ്റഡി. അതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യണം. ദെൻ ഡിഫൈൻ ദ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. നമ്മളുടെ പോപ്പുലേഷൻ ഏതാണ്, ഏതൊരു ആളെ വെച്ചിട്ടാണ്, ഏതൊരു വിഭാഗത്തിനെ വെച്ചിട്ടാണ്, എന്താണ് നമ്മളുടെ പോപ്പുലേഷൻ, എവിടെയാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത് എന്നുള്ളത്. സെലക്ട് ദ സാമ്പിൾ. മൊത്തം പോപ്പുലേഷൻ നമുക്ക് റിസർച്ച് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അതിൻ്റെ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു. ഡിസൈൻ ദ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ മെത്തേഡുകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ
ഡിസൈൻ ചെയ്യുന്നു, അനലൈസ് ദ ഡാറ്റ ആൻഡ് റിസൾട്ട്, അതിൻ്റെ ഡാറ്റ അനാലിസിസ് നടത്തുന്നു, അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഒബ്സർവേഷനാണ്. It is a primary method of collecting data by human, mechanical, electrical or electronical means. Electronically അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിരീക്ഷണം. ദ റിസർച്ചർ മേ ഓർ മേ നോട്ട് ഹാവ് ഡയറക്റ്റ് കോൺടാക്ട് ഓർ കമ്മ്യൂണിക്കേഷൻ വിത്ത് പീപ്പിൾ ഹൂസ് ബിഹേവിയർ ഈസ് ബീങ് റെക്കോർഡഡ്. ആരുടെ സ്വഭാവമാണോ നിരീക്ഷിക്കുന്നത്, ആരെയാണോ നിരീക്ഷിക്കുന്നത്, അയാളുമായിട്ട് റിസർച്ചർക്ക് നേരിട്ട് ബന്ധമുണ്ടാവാം, ഇല്ലാതിരിക്കാം. ആരെയായാലും കൃത്യമായ ഒബ്സർവേഷനിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സർവേ ആണ്. ദ സർവേ ടെക്നിക് മെയിൻലി ഇൻവോൾവ്സ് ദ കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ അബൌട്ട് സബ്ജക്റ്റ്. കൃത്യമായി പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സർവേ. യൂഷ്വലി ബൈ സെലക്ടിങ് എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഓഫ് ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ് അണ്ടർ സ്റ്റഡി ത്രൂ ദ യൂസ് ഓഫ് ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സർവേകൾ കണ്ടക്ട് ചെയ്ത്, ഫീൽഡ് സർവേകൾ കണ്ടക്ട് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലെ മറ്റൊരു ഫോം എന്ന് പറയുന്നത്. സർവേകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസും അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡീസും. ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് സാമ്പിൾ ഓഫ് എലമെൻറ്റ്സ് ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം ദി സാമ്പിൾ എലമെൻറ്റ്സ് ആർ ടു ബി കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്. ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് എ സാമ്പിൾ ഓഫ് എലമെൻറ്റ്സ് ഫ്രം എ ഗിവൺ പോപ്പുലേഷനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന മൊത്തം പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എലമെൻറ്റുകൾ നമ്മൾ എടുക്കുന്നു. നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം ദി സാമ്പിൾ എലമെൻറ്റ്സ് ആർ കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ്. അതിലെ വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക്സ്, വിവിധങ്ങളായ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അത് വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു. ദെൻ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ദിസ് ഈസ് ബേസ്ഡ് ഓൺ പാനൽ ഡാറ്റ ആൻഡ് പാനൽ മെത്തേഡ്. ഒരു പാനൽ ആയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് ലോങ്ങിറ്റ്യൂഡിനൽ ബേസ് എന്ന് പറയുന്നത്. ഒരു പാനൽ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രൂപ്പ് ഓഫ് റെസ്പോണ്ടൻസ് ഹു ആർ ഇൻ്റർവ്യൂഡ് ആൻഡ് റീ ഇൻ്റർവ്യൂഡ് ഫ്രം ടൈം ടു ടൈം. ഒരു മൊത്തം പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ സെലക്ട് ചെയ്യും. ആ സാമ്പിളിൽ നിന്ന് അല്ലെങ്കിൽ മൊത്തം പോപ്പുലേഷൻ്റെ ഭാഗമായിട്ട് ഒരു നിശ്ചിത ആളുകളുടെ എണ്ണം പാനൽ ഉണ്ടാക്കുന്നു. വിവിധ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ ഒരു പാനൽ രൂപീകരിക്കുന്നു. ആ പാനലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ഗ്രൂപ്പിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. വീണ്ടും അവരെ ആവശ്യമെങ്കിൽ റീ ഇൻ്റർവ്യൂ ചെയ്യുന്ന മെത്തേഡിനെയാണ് പാനൽ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സെയിം വേരിയബിളിന് റിപ്പീറ്റഡ്ലി മെഷേർഡ്. ചിലപ്പം ചില റിസർച്ചിൽ അങ്ങനെ ആവശ്യമായിരിക്കും. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഇതെന്താണ് എന്നുള്ളത്, അവരുടെ അവസ്ഥ എന്താണ്, സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതിനൊക്കെ അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ്ലി മെഷേർഡാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. മൂന്നാമത്തെ ഒരു മെത്തേഡാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ റിസർച്ച് ഡിസൈനിൽ എക്സ്പ്ലോറേറ്ററി ഓർ കാഷ്വൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞു. ഇനി മൂന്നാമത്തതാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെത്തേഡ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് എ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ ഓർ എമംഗ് ഗ്രൂപ്പ് ഓഫ് വേരിയബിൾ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിളിൻ്റെ ഇടയിൽ അതല്ലെങ്കിൽ രണ്ടിലധികം വേരിയബിളിൻ്റെ ഇടയിൽ ഉള്ള റിലേഷൻഷിപ്പിനെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെ കാര്യകാരണ ബന്ധം എന്ന് പറയും. കൃത്യമായി അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ച് ഡിസൈനാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് മാനിപ്പുലേറ്റിംഗ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് മെഷറിംഗ് ദെയർ എഫക്റ്റ് ഓൺ വൺ ഓർ മോർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുകളിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ചേഞ്ച് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മറ്റു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഇത് എന്ത് മാറ്റമുണ്ടാക്കുന്നു എന്ന് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. വൈൽ കൺട്രോളിംഗ് ഫോർ ദി എക്സ്ട്രോണസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് എക്സ്ട്രോണസ് വേരിയബിൾ, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താ എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ ടേം മാത്രം മനസ്സിലാക്കി വെക്കുക. ദെൻ വേരിയബിൾസ് ഇൻ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളുകൾ ഏതൊക്കെയാണെന്നുള്ളത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അതുപോലെ തന്നെ എക്സ്ട്രോണിയസ് വേരിയബിൾ ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കും എന്താണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ഡിപ്പെൻഡൻസിൻ്റെ ഭാഗം വേരിയബിളിൻ്റെ ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ ഗോൾസ് ഓഫ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ടു ഡ്രോ എ വാലിഡ് കൺക്ലൂഷൻ അബൌട്ട് ദ എഫക്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പുറത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനുള്ള എഫക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്
എക്സ്പെരിമെൻറ്റ് തയ്യാറാക്കുന്നത്. രണ്ടാമത് ടു മേക്ക് വാലിഡ് ജനറലൈസേഷൻ ഓൺ ലാർജ് പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഒരു ലാർജ് പോപ്പുലേഷൻ ആകുമ്പം ഒരു ജനറലൈസേഷനൊക്കെ എത്തുക എന്നുള്ള ഉദ്ദേശവും ഇതിനുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻറ്റുകൾ ഏതെല്ലാം തരത്തിൽ നടത്താം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ആണ്, പരീക്ഷണശാലകളിൽ വെച്ചിട്ട് നമ്മൾ നടത്തുന്ന പരീക്ഷണങ്ങൾ. ഫീൽഡ് എക്സ്പെരിമെൻ്റ് ആണ്, ഫീൽഡിൽ നമ്മൾ നടത്തുന്ന പരീക്ഷണങ്ങൾ. സിമുലേഷനാണ്, മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന എക്സ്പെരിമെൻറ്റേഷൻ. ദെൻ ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അതിൽ ഫസ്റ്റ് വൺ ഗ്രൂപ്പ് experimental design. It can be different forms if there is only one independent variable that can be manipulated. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് ഉള്ളത് എങ്കിൽ അതിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ദെൻ എ സിംഗിൾ വേരിയബിൾ ഡിസൈൻ ഈസ് യൂസ്ഡ് if there are two or more independent variable and at least one can be manipulated, then factorial design should be chosen. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റഡിയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണുള്ളത് എങ്കിൽ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു. അതല്ല ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുകൾ ഉണ്ട് എങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ, ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് ഡിപെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് മാറ്റമുണ്ടാക്കുന്നു എന്ന് കണ്ടെത്തുന്നതിനെയാണ് ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തൊന്ന് പറയുന്നത് സിംഗിൾ വേരിയബിൾ ഡിസൈൻ ആണ്. ദി സ്റ്റഡീസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ 3 മെയിൻ ഹെഡിങ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് കൺട്രോൾ മെയിൻറ്റെയിൻ ഓൺ ദി വേരിയബിൾ. മറ്റു വേരിയബിൾ ഓൺ അതർ വേരിയബിൾ, മറ്റു വേരിയബിളുകളിലുള്ള കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈന്, രണ്ടാമത്തത് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈന്, മൂന്നാമത്തത് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ലോ ഡിഗ്രി ഓഫ് കൺട്രോൾ, കൺട്രോളിൽ വളരെ കുറഞ്ഞ ഡിഗ്രി ഓഫ് കൺട്രോളേ ഉണ്ടാവുള്ളൂ. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ഹൈ ഡിഗ്രി ഓഫ് കൺട്രോളാണ്. ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് മീഡിയം ഡിഗ്രി ഓഫ് കൺട്രോളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ റിസർച്ച് ഡിസൈനിൻ്റെ ടൈപ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മളിതിൽ കുറേ വേരിയബിളുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.